നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് നവീകരണം അല്ലെങ്കിൽ ഒരു റീജനറേഷൻ അല്ലെങ്കിൽ ചതഞ്ഞു കിടക്കുന്ന മരവിച്ച് കിടക്കുന്ന നമ്മെ ഉണർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ട് പ്രമാണങ്ങളാണ് നമുക്ക് വിരോധമായി ഉള്ളത്. അതിൻ്റെ പേര് പാപത്തിൻ്റെ പ്രമാണം അല്ലെങ്കിൽ മരണത്തിൻ്റെ പ്രമാണം. ആ പ്രമാണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ദൈനംദിനമുള്ള ദൈവിക ബന്ധം, നാം ദൈവമക്കളാണെന്നുള്ള ദൈവിക ബന്ധം ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. സത്യമേതാ മിഥ്യ ഏതാന്ന് തിരിച്ചറിയാത്തൊരു ലോകത്തിൽ നാം കുഴഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ, നമ്മെ സത്യത്തിൽ ഒരു പ്രാർത്ഥന മനുഷ്യൻ ഒരു പ്രാർത്ഥനക്കാരിയാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നാം വിചാരിക്കും കുറച്ച് വാക്യം അറിയാവുന്ന കൊണ്ട്, കുറച്ച് സ്റ്റോറി അറിയാവുന്ന കൊണ്ട് നമുക്ക് പ്രസംഗിക്കാം, ട്രാക്റ്റ് കൊടുക്കാം, സുവിശേഷീകരണം നടത്താം. പക്ഷെ അത് തെറ്റാണ്. നമ്മളെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കുന്നത്, സാക്ഷികളാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞായറാഴ്ച രാവിലെ നാം ആലയത്തിലേക്ക് കടന്നു വരുന്നു, ഇടമീറ്റിങ്ങൾക്ക് കടന്നു വരുന്നു, പാട്ടുകാർ ഇവിടെ നിന്നുകൊണ്ട് കീബോർഡ് വായിക്കുന്നു, ഡ്രംസ് അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നു, ലീഡേഴ്സ് പാട്ട് ലീഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. അതൊക്കെ ഒരു സഹായമാണ്. പക്ഷെ സത്യത്തിൽ നാം പഠിച്ചത് നമ്മെ ആത്മാവിൽ ആരാധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മുടെ മർത്യ ശരീരങ്ങളെ, മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാരുടെ മർത്യ ശരീരങ്ങളെ കല്ലറയ്ക്കപ്പുറത്ത് ജീവന്റെ തുടിപ്പോടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നാം ആകെ ഇതിനെ വിളിക്കുന്ന പേരാണ് ദ ഹോളി സ്പിരിറ്റ് അബ്സല്യൂട്ട്ലി മേക്ക് us to lead a victorious Christian life. ജയകരമായ ക്രിസ്ത്യ ജീവിതം നമ്മെ ചെയ്യുവാൻ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്.